സുവർണാവസരം ആയോ എന്നുള്ളത് പറയാനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ ചെന്നൈയിലേക്ക് ഈ പ്ലേറ്റ് കൊണ്ടുപോയ സമയത്ത് ചെന്നൈയിലെത്തിയ പ്ലേറ്റ് സ്വർണ്ണം അടങ്ങിയ പ്ലേറ്റ് അല്ല, ചെമ്പ് പാളിയാണ് എന്നുള്ള കാര്യം, ശുദ്ധമായ ചെമ്പ് പാളിയാണെന്നുള്ളത് ചെന്നൈയിലെത്തി അവർ പറയുന്നുണ്ട്. അപ്പം ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന ശില്പത്തിൻ്റെ ഈ പാളി ഉണ്ടായിരുന്ന സ്വർണ്ണം എവിടെ പോകണം? ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ശബരിമല ഉദ്യോഗസ്ഥർ തന്നെ എടുത്ത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെടുക്കണം. ഇതാണല്ലോ നടന്നിട്ടുണ്ടാവുക. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോൾ ചെന്നൈയിലെത്തിയതിനകത്ത് ഇതില്ല. അപ്പോൾ ആ 850 ഗ്രാം സ്വർണ്ണം എവിടെ പോയി എന്നാണ് കണ്ടെത്തേണ്ടത്. സിമ്പിളായി പറഞ്ഞാൽ ആ 850 ഗ്രാം സ്വർണ്ണം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ അത് ഈ 2019 ശേഷം നഷ്ടപ്പെട്ടു, 2019 കൊണ്ടുപോയപ്പോൾ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അതെന്താണ്? അതറിയില്ല. അല്ല ഞാൻ പറയുന്നത്, അത് അവിടെ ഉണ്ടായിരുന്നത് ഇളക്കി മാറ്റിയത് 850 ഗ്രാം ഉണ്ടല്ലോ. അത് പണത്തെ പണിക്കാരൻ പറയുന്നു അതിനകത്ത് 850 ഗ്രാം ഇപ്പൊ 400 ഗ്രാം ഇപ്പൊ 400 ഗ്രാം ഉണ്ട്. അപ്പൊ ഈ 400 ഗ്രാം ചെന്നൈയിൽ 400 ഗ്രാമേ ഉള്ളൂ. അതെ, 400 ഗ്രാം. അപ്പോൾ ഈ 400 ഗ്രാം എവിടെ നിന്ന് കിട്ടിയേ? ചെന്നൈയിൽ നിന്ന് പൂശാൻ പറ്റൂല്ലോ. ചെന്നൈയിൽ ആരെങ്കിലും ഈ പാളിന്റെ കൂടെ സ്വർണം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ സ്വർണം പൂശുന്ന പോളം ആരാ കൊടുത്തേ? ദേവസ്വം ബോർഡ് കൊടുത്തോ? അത് സ്പോൺസറായിട്ട് കൊടുത്തു. അപ്പം അത് കറക്റ്റ് അല്ലേന്ന്. അപ്പം ഉണ്ണികൃഷ്ണൻ പോശി 450 ഗ്രാം സ്വർണ്ണം ഒന്നിനും എടുക്കണം, എന്നിട്ട് 450 ഗ്രാം അവിടെ വെക്കണം. അപ്പോൾ എനിക്കതിനകത്ത് ഒരു 450 ഗ്രാം സ്വർണ്ണം എടുക്കാൻ വേണ്ടി ഇത്രയും ഒരു കഷ്ടപ്പാട് നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി ഒരു 450 ഗ്രാം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിൻ്റെ ഇപ്പോഴത്തെ കളികൾ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം കേരളത്തിലുള്ള എല്ലാ VIP-കളുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. എല്ലാ VIP-കളുടെ കൂടെയും പൂജ നടത്തുന്നുണ്ട്. എല്ലാ VIP-കളെയും ശബരിമലയിൽ എത്തിക്കുന്നതും പടിപൂജ നടത്തുന്നതും അന്നദാനം നടത്തുന്നതും എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ ഇത്രയും പണിയെടുക്കുന്ന ഉണ്ണികൃഷ്ണൻ ഒരു 450 ഗ്രാം സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പണിയെടുക്കണം ഉണ്ടോ? എനിക്കത് തോന്നുന്നില്ല. പക്ഷേ നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തുകൊണ്ട് പോയ അതേ പാളി തന്നെയാണോ തിരിച്ചു കൊണ്ടുപോകുന്നുള്ള കാര്യത്തിനകത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. അത് പുതിയ മോൾഡ് ഉണ്ടാക്കി അത് സ്വർണ്ണം പൂശി അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തി തിരിച്ചു കൊണ്ടുവന്നതാണോ എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ടതായി അന്വേഷിക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇതൊരു മോഷണ കുറ്റമായി കണക്കാക്കേണ്ട സാധനമാണെന്നാണ് പറയേണ്ടത്. കാരണം ശബരിമലയിലൊരു സാധനം അടിച്ചുകൊണ്ട് പോയി, അതാരാ അടിച്ചുകൊണ്ട് പോയത്? അത് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അടിച്ചുകൊണ്ട് പോയി. അതിന് പാകുപാക്കായി നിന്നത് അവിടുത്തെ ശബരിമലയിലെ ഉദ്യോഗസ്ഥരോ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ഈ കൊണ്ടുപോയി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടതെന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇതിനൊരു കണക്കും രേഖയും ഇല്ല. ആകെ ഈ അന്തരീക്ഷത്തിൽ പറന്ന് കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് 30 കിലോ സ്വർണം ആര് കൊടുത്തിരിക്കുന്നു? ഈ പറഞ്ഞ വിജയം മല്യ കൊടുത്തിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം വേറെ ഒന്നുമില്ല. ഈ 30 കിലോ സ്വർണ്ണമാണ് അവിടെ മുഴുവൻ പൂശിയിട്ടുള്ളത്. കാരണം ശബരിമലയെ മുഴുവൻ സ്വർണ്ണാലങ്കാരമാക്കിയത് എങ്ങനെയാണ്? ഈ 30 കിലോ സ്വർണ്ണത്തിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾക്കിപ്പോൾ അറിയപ്പെടുന്ന കാര്യം ഞാൻ പറയുന്നത് ഇതൊന്നും അല്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇതേ പ്ലേറ്റ് അല്ല അവിടെ തിരിച്ചു വന്നതെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു ശില്പത്തിൻ്റെ ഒരു പ്ലേറ്റ് അടത്തിക്കൊണ്ട് പോയിട്ട് ആ അടത്തിക്കൊണ്ട് പോയും വേറെ സ്ഥലത്ത് വിൽക്കുകയോ അല്ലെങ്കിൽ വേറൊരു സാധനം അവിടെ കൊണ്ടുവെക്കുക എന്ന് പറയുന്നത് വലിയ ഈ വിശ്വാസികളോട് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. അത് ചെയ്ത് അത്ര ചെറിയ കുട്ടിയായിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ അതിനേക്കാളും വലിയ അപ്പുറമുള്ള കാര്യങ്ങളുടെ ഒരു തുടക്കമായിരിക്കും ചിലപ്പോൾ ഇതിൽ തുടങ്ങുമ്പോഴാണല്ലോ. ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുതെ ഒരു പീഠം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ആ പീഠം വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് കിട്ടിയ പണിയാണിത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി കുഴിച്ച കുഴിയിൽ വീണു എന്നുള്ളതാണ്. അയ്യപ്പ വിശ്വാസികൾക്ക് ഒരു കാര്യം സന്തോഷിക്കുക, എന്താ അറിയോ? അയ്യപ്പനെ തൊട്ട് കളിച്ച ഒരുത്തരും രക്ഷപ്പെട്ടു പോകില്ല എന്നുള്ള കാര്യം ക്ലാരിറ്റിയോടുകൂടി തന്നെ പറയാം. സംഗമത്തിന്റെ ഫലമാണെന്ന് ഞാൻ പറഞ്ഞത് ക്ലാരിറ്റിയോടുകൂടി. അയ്യപ്പനെ പോയി തട്ട് കളിച്ച് ആരും രക്ഷപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ്. എത്ര നാൾ കഴിഞ്ഞാലും അവസാനം അവിടെ തന്നെ പോയി പെടും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സാധനം സ്വന്തം കയ്യിലിരിക്കുന്ന ഉറപ്പുള്ള പീഠം ശബരിമലയിൽ കാണാനില്ല എന്ന് പത്രസമ്മേളനത്തിൽ പറയേണ്ട കാര്യമില്ല. പോയി ചോദിക്കുന്നതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത് പറഞ്ഞതിനെന്താ? അത് പറയാൻ കാരണം ഈ അദ്ദേഹം തന്നെ കുഴിച്ച കുഴിയാണ്. അപ്പോൾ അതിൽ തന്നെയാണ് അദ്ദേഹം വീണിരിക്കുന്നത്. ഇപ്പോൾ ഊരാ കൊടുക്കായി. അപ്പം ഇതിനൊരു ആത്മവിശ്വാസം വരുന്നുണ്ട്. എന്തുവാണ് ആത്മവിശ്വാസം? ഇതൊന്നും ശബരിമലയിൽ നടത്തിയാൽ പ്രശ്നമില്ല, ഇതെങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ അതിൽ നിന്നും ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഈ ദേവസ്വം കമ്മീഷൻ മാത്രമൊന്നും അന്വേഷിച്ചാൽ പോരാതല്ല. പോലീസ് ഇടപെട്ട് അന്വേഷിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു മോഷണക്കുറ്റി നടന്നു, പരാതി കൊടുക്കുക, പോലീസ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ മറ്റൊരു സംവിധാനത്തെ കൊണ്ടോ അന്വേഷിക്കുക. എന്താണ് അവിടെ നടന്നത്? നഷ്ടപ്പെട്ട സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അതാരാ ഉണ്ടായത്? ഇപ്പം 850 ഗ്രാമിൽ 450 ഗ്രാം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. 450 ഗ്രാം അവിടെ നിന്ന് നോക്കുക. ആ 450 ഗ്രാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതെന്താ പോലീസ് കേസെടുത്ത് അന്വേഷിക്കാത്തത്? പോലീസ് എന്താ അന്വേഷിക്കുന്നില്ല? എന്താണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നില്ല? അവിടെ ദേവസ്വം ബോർഡ് അന്വേഷിച്ച് അവിടെ തിരിച്ചുകൊണ്ട് വെച്ചാൽ മതിയോ? അങ്ങനെയാണോ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്? അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അവിടുന്ന് മോഷണം നടത്തിയിട്ടുണ്ട്. ആ മോഷണം നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാലും ഉദ്യോഗസ്ഥന്മാരാണ് ആരെങ്കിലും അത് അന്വേഷിക്കണം. അത് മാത്രമല്ല, എന്തുകൊണ്ട് ഈ രേഖകൾ അവിടെ നഷ്ടപ്പെടുന്നു എന്ന് അന്വേഷിക്കണ്ടേ?
അവിടെ ഒരു സ്ഥാനത്തിന് രേഖകളില്ലാന്നേ, എല്ലാവരും ആകാശത്ത് നിന്ന് കൂട്ടി പറയുകയാണ്. Yes. അപ്പോൾ ശങ്കരാടിയുടെ എന്ത് രേഖ വെച്ചാലും കൈരേഖ കാണിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹത്തെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാന്നേ. ഇന്നലെ കയറി വന്ന അദ്ദേഹം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു രേഖ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തെ വേറെ കുറ്റം പറയേണ്ട കാര്യമില്ല. 2019 19 സംവിധാനങ്ങൾ അന്വേഷിക്കണം, അത് എന്തുകൊണ്ട് കൊടുത്തു വിട്ടു, എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ അത്ര ഹോൾഡ് വന്നു എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ്. ഇനി അതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മോഷണക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. Meet the editors.